പുരുഷന്മാരിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു ലൈംഗിക പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഐ എം ഡോക്ടർ ഷഹന, ബാസിൽ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഇതിൽ പുരുഷന്മാർക്ക് ലൈംഗിക ബന്ധത്തിനിടയിലോ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിന് മുൻപോ ആയിട്ട് സ്ഖലനം സംഭവിക്കാറുണ്ട്. ഇതിനെയാണ് ശീഘ്രസ്ഖലനം അഥവാ പ്രീമെച്വർ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത്. അതായത് ജീവിത പങ്കാളിയുടെ സംതൃപ്തി ലഭിക്കുന്നതിന് മുൻപ് തന്നെ സ്ഖലനം സംഭവിക്കുക അഥവാ സെമൻ പുറത്തേക്ക് വരിക. ഇവർക്ക് 1 മിനിറ്റിൽ താഴെ മാത്രമേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് സാധിക്കാറുള്ളൂ. ഇത് തികച്ചും സർവ്വസാധാരണമായ ഒരു ലൈംഗിക പ്രശ്നമാണ്. 20% മുതൽ 30% വരെയുള്ള മെൻസും പുരുഷന്മാരും ഇതിൽ അഫക്റ്റഡ് ആണ്. ഇത് താൽക്കാലികമാവാം, അതല്ലെങ്കിൽ ദീർഘകാലമായിട്ടും അഫക്റ്റ് ചെയ്യാറുണ്ട്. ഇത്തരം പേഷ്യൻസ് പ്രധാനമായും അഫക്റ്റ് ചെയ്യുന്നത് മാനസികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ്. മാനസികമായ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ടെൻഷനാണ്, ആകുലത അല്ലെങ്കിൽ ഉത്കണ്ഠ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ചുള്ള ഭയം, അതല്ലെങ്കിൽ സമ്മർദ്ദം, ഒരു പെർഫോമൻസ് ആങ്സൈറ്റി എന്നൊക്കെ പറയും. അതിനെക്കുറിച്ചുള്ള ചിന്തകളിലൂടെ, അനാവശ്യമായ ചിന്തകളിലൂടെയാണ് ഇത് പ്രീമെച്വർ ഇജാക്കുലേഷൻ സംഭവിക്കുന്നത്. ചില ആളുകളിൽ പുതിയ ബന്ധങ്ങൾ തുടങ്ങുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും. അതായത് ഭാര്യയുടെ വിയോഗം അല്ലെങ്കിൽ വിവാഹമോചനം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു പുതിയ ബന്ധത്തിലേക്ക് ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു ബന്ധം തുടങ്ങുമ്പോൾ അവർക്ക് ലൈംഗിക ബന്ധം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഭയം മൂലമെല്ലാം പ്രീമെച്വർ ഇജാക്കുലേഷൻ സംഭവിക്കാറുണ്ട്. പിന്നെ കണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ് മാനസികമായിട്ടുള്ള ട്രോമകൾ. മുൻകാല ജീവിത സാഹചര്യങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അപകടങ്ങളിൽ നിന്നോ ആരുടെങ്കിലും മരണം മൂലമോ അല്ലാന്നുണ്ടെങ്കിൽ ഫിസിക്കൽ അബ്യൂസ് മൂലമോ മുൻകാലങ്ങളിൽ ഇത്തരം അനുഭവങ്ങളുള്ള വ്യക്തികളിലും നമുക്ക് പ്രീമെച്വർ ഇജാക്കുലേഷൻ കാണാറുണ്ട്. ഇനി ശാരീരികമായ കാരണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് ആണ്. പുരുഷന്മാരിൽ മാത്രം കണ്ടുവരുന്ന ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണിൻ്റെ അളവിലുള്ള വ്യതിയാനങ്ങൾ കൊണ്ടാണ് പ്രീമെച്വർ ഇജാക്കുലേഷൻ കാണാറുള്ളത്. പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലോ മൂത്രവാഹിനിയിലോ ഉണ്ടാകുന്ന അണുബാധ, UTI എന്ന് പറയും, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. സാധാരണ പേഷ്യൻസ് വരുമ്പോൾ ഫീവറൊക്കെ ആയിട്ടായിരിക്കും ക്ലിനിക്കിൽ വരുന്നുണ്ടാവുക. അവരുടെ മൂത്രം ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ അണുബാധ കാണാറുണ്ട്. തുടർന്ന് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴായിരിക്കും പ്രീമെച്വർ ഇജാക്കുലേഷൻ ഉണ്ട് എന്നുള്ള കാര്യം തന്നെ അവർ തുറന്ന് പറയാറുള്ളൂ. സെറട്ടോണിൻ മുതലായ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ അസന്തുലിതാവസ്ഥയും ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങളും ഇത്തരം രോഗാവസ്ഥയിലേക്ക് എത്തിക്കാറുണ്ട്. അതുപോലെ വേഗത്തിലുള്ള ലൈംഗിക ആനന്ദത്തിന് വേണ്ടി ചില ആളുകൾ അശ്ലീല വീഡിയോകൾക്ക് അടിമപ്പെടാറുണ്ട്. അതുവഴി കൂടുതൽ സമയം സ്വയംഭോഗം ചെയ്യുന്നതും പ്രീമെച്വർ ഇജാക്കുലേഷന് കാരണമായി തീരുന്നു. ഇത്തരം ആളുകളിൽ കാണുന്ന പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ലൈംഗിക ബന്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ സ്ഖലനം സംഭവിക്കുക, അതുവഴി ജീവിത പങ്കാളിയുടെ സംതൃപ്തി പൂർണ്ണമായും നേടാൻ സാധിക്കാതെ വരിക. അപ്പോഴെന്താ സംഭവിക്കാറുള്ളത്? അവർക്ക് ലൈംഗിക ബന്ധം ആസ്വദിക്കാനാകാതെ പോകുന്നതും ഈ ഒരു കാരണത്തിന് വഴിതെളിക്കുന്നു. അതിനാൽ ഇവർക്കിടയിൽ മാനസിക സംഘർഷം, നിരാശ, ആത്മവിശ്വാസക്കുറവ്, ഉത്കണ്ഠ, കുറ്റബോധം എന്നിവയെല്ലാം ഉണ്ടാകും. അതുവഴി ചില ആളുകളിൽ സെക്ഷൽ ഡിസയർ കുറയ്ക്കാനും കാരണമാകാറുണ്ട്. ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന പേഷ്യൻസ് സാധാരണയായിട്ട് ഇത് തുറന്നു പറയാൻ മടിയുള്ള കൂട്ടക്കാരായിരിക്കും. അത്തരം ആളുകൾക്കും ചികിത്സാ രീതികളുണ്ട്. പ്രധാനമായും കൗൺസിലിംഗ്, സെക്ഷൽ തെറാപ്പി, ഭയം, ഉത്കണ്ഠ എന്നിവ നിയന്ത്രിക്കാനായി ബിഹേവിയറൽ തെറാപ്പിയും ചെയ്യാറുണ്ട്. കൂടാതെ ഫിസിക്കൽ എക്സസൈസ്, പെൽവിക് മസിൽസിൻ്റെ എക്സസൈസ്, അതല്ലെങ്കിൽ നമുക്ക് വാക്കിംഗ്, ജോഗിങ്, യോഗ തുടങ്ങിയവയെല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇനി ജീവിതശൈലിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ്. അതായത് പുകവലി, മദ്യപാനം എന്നിവയുടെ ഉപയോഗം കൂടിയ ആളുകളിലും ഈ ഒരു രോഗാവസ്ഥ കാണപ്പെടാറുണ്ട്. അതിനായി പുകവലി ഒഴിവാക്കുക, മദ്യപാനം കുറയ്ക്കുക, നമ്മുടെ ഹൈറ്റിനൊത്ത് തൂക്കം നിലനിർത്തുന്നതിനായി BMI നിലനിർത്തുക, നോർമലായിട്ട് നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കുക, മാനസിക സമ്മർദ്ദം കുറയ്ക്കുക. പിന്നെ പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പങ്കാളിയുമായിട്ട് തുറന്ന് സംസാരിക്കുക. പുരുഷന്മാരിൽ ഇത്തരം ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഭർത്താവ് തീർച്ചയായും ഭാര്യയോട് അത് തുറന്നു പറയുക. നമ്മൾ തുറന്നു പറയുന്നത് വഴി നിങ്ങളുടെ ഇടയിലുള്ള ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിന് അത് വളരെയധികം സഹായിക്കും. ഇനി എന്തെല്ലാം ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചൊന്ന് നമുക്ക് നോക്കാം. പാല്, മുട്ട, വാഴപ്പഴം, ബദാം, കശുവണ്ടി, തേന് എന്നിവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. കൂടാതെ കാൽഷ്യം, സിങ്ക്, പ്രോട്ടീൻ തുടങ്ങിയ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തുക. ധാരാളം വെള്ളം കുടിക്കുക. വൈറ്റമിൻ ഇയും കുരുമുളകും മീനും അടങ്ങിയ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എന്തെല്ലാം ഒഴിവാക്കണം എന്നും കൂടെ നമുക്ക് നോക്കാം. ഇത്തരം രോഗാവസ്ഥയിലുള്ള ആളുകൾ മദ്യപാനം പൂർണ്ണമായും ഒഴിവാക്കുക. അതുപോലെ ചായ,
കോഫി തുടങ്ങിയ പാനീയങ്ങൾ, പിന്നെ കൂൾ ഡ്രിങ്ക്സ്, അധികം മസാല ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ, ഓയിലി ഫുഡ് എന്നിവ ഒഴിവാക്കുക. കൂടാതെ രാത്രിയിൽ അമിതമായി ഭക്ഷണം കഴിക്കുന്നതും കുറയ്ക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സർവ്വസാധാരണമായ ഒരു രോഗാവസ്ഥയാണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ പാർട്ട്നേഴ്സിനോട് അത് തുറന്ന് സംസാരിക്കുമ്പോഴാണ് ഈ ഒരു രോഗാവസ്ഥയെ മറികടക്കാനായിട്ട് നമ്മളെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നത്. അതിനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ കൗൺസിലിങ്ങോ സെക്ഷൽ തെറാപ്പിയോ ഇല്ലെങ്കിൽ ബിഹേവിയർ തെറാപ്പിയോ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇത്തരം രോഗാവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിനെക്കുറിച്ച് ലജ്ജിക്കപ്പെടാതെ അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരു മടി വിചാരിക്കാതെ നമുക്ക് ഏറ്റവും നല്ല ചികിത്സാ മാർഗം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. പല പുരുഷന്മാർക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലും സംഭവിക്കാവുന്ന ഒരു സാധാരണയായിട്ടുള്ള ഒരു ലൈംഗിക പ്രശ്നമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഡോക്ടർ ഷഹന, ബാസിൽ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.